നല്ല രീതിയിൽ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലിരുന്ന് മടുത്ത കാത്തൂനെയും കൊണ്ട് ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കേട്ടോ, നല്ല രീതിയിൽ നീന്തി വേണം നമ്മുടെ വീടിന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. മെയിൻ റോഡ് തന്നെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. മെയിൻ റോഡിലാണെങ്കിൽ രണ്ട് സൈഡിലും കണ്ടമൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മെയിൻ റോഡിലേക്ക് വെള്ളം കയറും. ഇപ്പം നോക്കിയാൽ ഒരുപാട് വെള്ളം ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുക. ഈ കാണുന്നത് കോട്ടയം കുമരകം റോഡാണ്, പക്ഷെ നമുക്കത് കാണാനായിട്ട് പറ്റില്ല. ഇത് കണ്ടോ, അവിടെ ഒരു ചെറിയ ഊഞ്ഞാല് വരെയുണ്ട്. ഒരു ബസ് സ്റ്റോപ്പും കൂടിയാണ്. അവിടെ കുറേ കടകളൊക്കെ ഇങ്ങനെ വഴിയോര കടകളൊക്കെ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഈ കാണുന്ന ഒരു വഴിയാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വീട്ടിലേക്കുള്ളൊരു വഴിയാണ്. ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ വെള്ളത്തിൽ കൂടെ വന്നിരുന്ന ചെറിയൊരു വണ്ടി അവിടെ നിന്ന് പോവുകയുണ്ടായിരുന്നു. നമുക്ക് വഴി അറിയാൻ മേലാത്തവർ വരുവാണെങ്കിൽ ഇതിൽ കണ്ടവേതാണ് വഴി ഏതാണ് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് തന്നെ ഒരു വഴിയുണ്ട് കേട്ടോ, നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അവിടുത്തെ വണ്ടിയുടെ കുറേ പാർട്സുകളൊക്കെ ഇങ്ങനെ ഊരിക്കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കാത്തോനെ ചുമ്മാ വെള്ളത്തിൽ ഇറക്കാം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ് കേട്ടോ. വണ്ടിയുടെ എന്തൊക്കെയോ അവിടെ ഊരി കിടക്കുവാണ്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടെ ദൂരം മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഭയങ്കര വെള്ളമാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള കടകളെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഒരു കടയും തന്നെ തുറക്കാൻ പറ്റാത്ത രീതിയാണത്. അപകട മേഖല എന്ന് പറഞ്ഞാൽ മുൻകൂറായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് ആളുകൾക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ട്. ചില വഴികളിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറി കിടക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് വണ്ടി ഓടിച്ചൊക്കെ പോകാം. ചിലയിടത്തോട്ട് സ്കൂട്ടറിൽ നമുക്ക് ചെല്ലാൻ പോലും പറ്റില്ല, പെട്ടെന്ന് തന്നെ നിന്ന് പോകും. അങ്ങനെ ഒരുപാട് വണ്ടികൾ അവിടെ സ്കൂട്ടറിൽ വന്നിട്ട് നിന്ന് പോകുന്നുണ്ടായിരുന്നു. ബസ്സൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മൾ കടലിലൊക്കെ പോയി നിൽക്കുന്ന പോലുള്ള തിരയടിക്കുകയാണ്. അത് കാത്തൂന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് ഇങ്ങനെ വഴിയിൽ ഈ കാഴ്ച കാണാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് വളരെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് കടകൾ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാനായിട്ട് പറ്റി. തിരിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാണ് ഞങ്ങൾ പോന്നിരിക്കുന്നത്. ഇപ്പം എന്തേ മെയിൻ റോഡിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്നത്. എങ്കിൽ പോലും നോക്കി അവിടെ ചുറ്റും വെള്ളമാണ്. കാത്തൂനെയാണ് തിരിച്ച് വീട്ടിലേക്ക് കയറ്റാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അവിടെ വെള്ളത്തിൽ ഇറക്കി നീന്തിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങളോടൊപ്പം തിരിച്ചു വന്നത്. ആൾക്ക് വരണമെന്ന് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്കിപ്പം സേഫായിട്ടാണ് ഇരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കാത്തൊന്നും വെള്ളത്തിൽ കൂടെ നീന്തി കളിച്ച് നടക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.